വി ആർ ഹോം സ്റ്റേഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ കുളത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്തത് കാരണം വെള്ളം പോലും കാണാത്ത രീതിയിൽ പുല്ല് വന്ന് കിടക്കുവാണ്. അപ്പോൾ ഈ കുളത്തിൽ നിന്നാണ് കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നത്. അപ്പോൾ പുല്ല് പിടിച്ച് കിടക്കുമ്പോൾ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ആദ്യം അത് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ആ വെള്ളം ഒന്ന് കാണത്തക്ക രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുടത്തിൽ കോരിയെടുത്ത് നമുക്ക് ചെടികൾക്കൊക്കെ നനക്കാൻ പറ്റും. ഇത് കണ്ടോ, പുല്ലൊക്കെ മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് മധുരക്കിഴങ്ങിൻ്റെ ചെടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു കിഴങ്ങ് കിട്ടി. എനിക്കാണെങ്കിൽ മധുരക്കിഴങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞതാണെങ്കിലും ഞാനത് കളയത്തില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ്. ബാക്കിയുള്ള ഭാഗം കൂടി ക്ലീൻ ചെയ്തപ്പോൾ കുറച്ചുകൂടി മധുരക്കിഴങ്ങ് കിട്ടിയായിരുന്നു. ഇതെടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ പുല്ലൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ഇതും കൂടി എടുത്തുകൊണ്ട് പോകും. ഞാൻ മധുരക്കിഴങ്ങിൻ്റെ തണ്ട് കുറച്ചുകൂടി എടുത്ത് നട്ട് വെച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ പിടിക്കട്ടെ. ഒരു തേങ്ങ കൂടി കിട്ടിയിരിക്കുന്നു. ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ലഞ്ചിന് പൊതിച്ചോറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇലയും കൂടി വെട്ടിക്കൊണ്ട് പോകും. 2 ദിവസം കൂടുമ്പോഴാണ് ഇല വെട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ പൊതിച്ചോറിനുള്ള ഇല വെട്ടാൻ പോവുകയാണ്. 2-3 ഇലയൊക്കെ വെട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം വന്നിട്ടാണ് ബാക്കി എടുക്കുന്നത്. ഞാൻ തേങ്ങയൊക്കെ നോക്കാൻ പോയിട്ട് വേറെ തേങ്ങയൊന്നും കിട്ടിയില്ല, അപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഇതുവഴി പോകാൻ കുറച്ച് പാടാണ്. ഇങ്ങനെ പോകും.